ഹായ്, അമ്മയുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്മ ഇന്ന് വെക്കാൻ പോകുന്നത് ഒരു പുട്ടാണ്, മാങ്ങാപ്പുട്ട്. മാങ്ങ വെച്ചൊരു പുട്ട് വിഴുങ്ങുക. അതെങ്ങനെയാന്ന് നമ്മ കാണിക്കാം. നമുക്ക് ഇനി മാങ്ങയൊന്ന് ചെത്തി നമുക്ക് അരിഞ്ഞെടുക്കാം. നല്ല മധുരമുള്ള മാങ്ങ എടുക്കണം. ഇത് മധുരമുള്ള മാങ്ങായ, അല്ലെങ്കിൽ പുളിയുള്ളതാണ്. നമ്മൾ പുട്ട് വിഴുങ്ങും പുളിയാ. ഇത് നല്ല മധുരം വെച്ച മാങ്ങ നോക്കി നമ്മൾ എടുക്കണം. എന്നാലേ പുട്ട് വിഴുങ്ങിയാൽ കൊള്ളത്തുള്ളൂ. മാങ്ങ എല്ലാം ചെത്തി ഇനി നമുക്കിത് അരിഞ്ഞെടുക്കാം. കുഞ്ഞു കുഞ്ഞായിട്ട് പൂളി നമുക്കിത് അരിഞ്ഞെടുക്കാം. മാങ്ങ ചെറുതായിട്ട് ആവശ്യത്തിന് മാങ്ങ അരിഞ്ഞു വെച്ച് നല്ല മധുരമുള്ള മാങ്ങയാണ്. ഇനി നമുക്ക് ആവശ്യത്തിന് തേങ്ങ ചിരണ്ടി വെച്ചു. ഇനി നമുക്ക് അരിപ്പൊടി എടുക്കാം. നമുക്കിനി അരിപ്പൊടി എടുക്കാം. ആവശ്യത്തിന് നല്ല കൊഞ്ച് പുട്ടുപൊടിയാണ് അമ്മ എടുക്കുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പിടാം പരുവത്തിന്. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഈ പുട്ടുപൊടി നനച്ചെടുക്കാം. ഇങ്ങനെ കട്ടാതെ ഇങ്ങനെ പെയ്യെ വെള്ളം ഒഴിച്ചിട്ട് നനച്ചെടുക്കണം. പുട്ടെല്ലാം തന്നെ പൊടിയെല്ലാം കട്ടാതെല്ലാം നനച്ചെടുത്തു. നമുക്ക് ഇനി ഒരു പുട്ടുകുറ്റിയിലേക്ക് ഇത് വാരി വെക്കാം. ഇതിനകത്തൊരു ചില്ലിട്ടിട്ടുണ്ട്. ആദ്യം കുറച്ച് തേങ്ങ വെക്കാം. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് മാങ്ങ വാരി വെക്കാം. നമുക്കിനി അരിപ്പൊടി വാരിയിടാം. കുറച്ച് തേങ്ങ ഇടാം. എന്നിട്ട് നമുക്ക് പുട്ട് ഇത് വെക്കാം. കുറച്ച് മാങ്ങ വെക്കാം. എന്നിട്ട് അരിപ്പൊടി ഇടാം. പുട്ട് കുറ്റിയിൽ വെള്ളം തിളച്ചിരിക്കുവാണേ. നമുക്കിനിയും പുട്ട് വെക്കാം. അങ്ങോട്ട് ആവി കയറട്ടെ. നമ്മുടെ പുട്ടിൽ നല്ല ആവി വന്നു. നമുക്ക് ഇനി പുട്ടെടുക്കാം. നമ്മുടെ പുട്ട് വെന്തു. നമുക്കൊന്ന് എടുക്കാം. ഇത് നമുക്ക് പുട്ടെടുക്കാം. കുറ്റിക്കകത്തുനിന്ന് എന്റെ പുട്ടെടുത്ത് തന്നെ നല്ലതായിട്ട് ഒത്തിട്ടുണ്ട് നമ്മുടെ മാങ്ങാപ്പുട്ട്. ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കണം. നല്ല പുട്ടാണ്. നല്ല പഴുത്ത മാങ്ങ എടുക്കണം. എടുത്താൽ നല്ല രുചിയാണ്. പുളിയുള്ള മാങ്ങ എടുത്താൽ അങ്ങ് പുളിയാ. നല്ല പഴുത്ത മാങ്ങയായിരുന്നു. അതുകൊണ്ട് നല്ല പുട്ടാണ്. എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണം. അമ്മയുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത ഒരു വീഡിയോയിൽ വരുന്നിടം വരെ ബായ്.